ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സ്റ്റേഷൻ്റെ ബാക്കി കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് ടൈഷിനാണെങ്കിൽ ഫ്രഷേഴ്സിൻ്റെ വെൽക്കം പാർട്ടിക്ക് പോകാനായിട്ട് ഏത് ഡ്രസ്സ് ഇടുമെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇവനെ ഈ സമയം എമിര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ ഡ്രസ്സ് നോക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവൾ ഏതോ കോൺസെർട്ടിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ എന്ന്. അത് കേട്ടിട്ട് ടൈഷനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, വെൽക്കം പാർട്ടിക്ക് ഞാൻ എന്തിടട്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നു, സാധാരണ എന്താണോ ഇടുന്നത് അതിട്, എൻ്റെ ബസ് വന്നെന്നും പറഞ്ഞ്. എന്നിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ കോൾ കട്ട് ചെയ്തതിന് ശേഷം അവനാണെങ്കിൽ ക്ലബ് ഗ്രൂപ്പിലുള്ളൊരു മെസ്സേജ് കാണുകയാണ്. അത് ടെക്കാനെയാണ് അയച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആരും തന്നെ ഇന്ന് വിയേർഡായിട്ടുള്ള മെസ്സേജ് ഒന്നും അയക്കരുതെന്ന്. അപ്പോൾ ടൈഷൻ വിയേർഡോ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞ് എണീറ്റ് പോകാനായിട്ട് നോക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീഴാനായിട്ട് പോകുന്നു. അങ്ങനെ അവനാണെങ്കിൽ അത് പിടിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ഗ്രൂപ്പിലൊരു വിയേർഡായിട്ടുള്ള സ്റ്റിക്കർ അയക്കുന്നു. അങ്ങനെ അവൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അറിയാതെ ഒരു വിയേർഡ് സ്റ്റിക്കർ അയച്ചേ, ഞാനിനി എന്ത് ചെയ്യുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുമുണ്ട്. അവിടെ ടക്കാരയാണെങ്കിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടൈഷൻ അയച്ച ആ സ്റ്റിക്കർ കാണുന്നു. ടക്കാരയ്ക്ക് ആ സ്റ്റിക്കർ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. പിന്നെ ടൈഷനാണെങ്കിൽ വെൽക്കം പാർട്ടി വെച്ചിരിക്കുന്നത് ഷോപ്പ് എവിടെയാണെന്ന് തിരഞ്ഞു നടക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ച് അകത്ത് കയറുന്നു. അപ്പോൾ സസുക്കി, ഓ നക്കാനോ നീ വന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരും, ഓ നീയാണോ നക്കാനോ, നീ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം അവിടേക്ക് നാൻസി വന്നിട്ട് പറയുന്നു, അവനോട് ഒരു തവണ തന്നെ എല്ലാം കൂടി ചോദിച്ചാൽ അവൻ എങ്ങനെയാണ് ആൻസർ പറയുന്നത്, നീ അവിടെ പോയി ഇരിക്കാനും പറയുന്നു. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആൽക്കഹോൾ കുടിക്കുമോ എന്ന്. അപ്പോൾ നാൻസി പറയുന്നു, അത് വേണ്ട, അവൻ മൈനറല്ലേ, അവന് സോഡ കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ അവിടെ ടക്കാര ഉള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ ഇരുന്നുടനെ പതിവ് പോലെ ടക്കാരയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ശ്വാൻ പറയാണ്, ഓ ഞാനൊരു റൂമർ കേട്ടു, അതുകൊണ്ട് തന്നെ നല്ല ക്യൂരിയസ് ആണ്, സത്യമായിട്ട് നീ ടക്കാരയെ ഫോളോ ചെയ്താണോ ഇവിടേക്ക് വന്നതെന്ന്. അത് കേട്ട സസൂക്കി പറയുന്നു, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പ്രശ്നവും ഇല്ല, കാരണം ഞാനും ടക്കാരയെ ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ക്ലബിൽ ജോയിൻ ചെയ്തതെന്ന്. അപ്പോൾ ശ്വാൻ പറയാണ്, അതിന് ആകെ ഒരേ ഒരു റീസണേ ഉള്ളൂ, ഫാളിങ് ഇൻ ലവ് എന്ന്. അത് കേട്ട അവരെല്ലാവരും അത് ശരിയാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. പക്ഷേ ടൈഷി മാത്രം ചിരിക്കാതെ ടക്കാര രാത്രി പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്, ചില മെന്നിന് മറ്റു മെന്നെ അട്രാക്റ്റീവായിട്ട് തോന്നുമെന്ന്. അതേ കാര്യം അവനാണെങ്കിൽ അറിയാതെ ഉറക്കി പറയുന്നുമുണ്ട്. അപ്പോൾ അത് കേട്ട് അവരാണെങ്കിൽ അയ്യോ നീ എന്ത് ഇന്നസെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിയാണ്. ടക്കാര അപ്പോൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുക. അപ്പോൾ ടൈഷിനെ ആലോചിക്കുകയാണ് അതെന്തിൻ്റെ സിഗ്നലാണ് അവൻ കാണിച്ചതെന്ന്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങളിപ്പോൾ നല്ല ക്യൂരിയസ് ആണ് നിങ്ങൾക്കിടയിൽ എന്താണെന്ന് അറിയാനായിട്ടെന്ന്. അപ്പോൾ ശ്വാനും അവരെല്ലാവരും ടക്കാര എന്നും പറഞ്ഞ് അവനെ വീണ്ടും കളിയാക്കുന്നുണ്ട്. ഇവരിങ്ങനെ ചുറ്റിനിരുന്ന് കളിയാക്കുന്നത് കൊണ്ട് മറുപടി ഒന്നും പറയാതിരിക്കാനായിട്ട് ടൈഷിനാണെങ്കിൽ ഒരുപാട് ഫുഡ് വാരി വായിൽ വെക്കുകയാണ്. ആ കാര്യം ശ്വാൻ അവനോട് പറയുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുടിച്ചു ബോധമല്ലാതെ നാൻസി അവിടേക്ക് വന്നിട്ട് എനിക്ക് മൗണ്ടെയ്ൻസ് ആണ് ഒരുപാട് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പിറ്റേന്നവർ ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിക്കുന്ന സമയം അവിടേക്ക് എമിരി ഫുഡും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ഏതോ കളർഫുൾ ഡയമണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ റൂറി എന്ന് പറയുന്ന പയ്യനെ പറ്റി പറയാണ്. അവളാണെങ്കിൽ ആ പയ്യൻ്റെ വലിയ ഫാനാണ്. അവിടെ ഇരുന്നിട്ട് അവർക്കാണെങ്കിൽ അവൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അപ്പം കെൻസോ പറയുന്നുണ്ട്, ഞാനിവരെ പാട്ട് കേട്ടിട്ടുണ്ടെന്ന്. അപ്പം ടൈഷിൻ പറയുന്നുണ്ട്, വാവ് അവൻ നല്ല കൂളാണെന്ന്. അപ്പോൾ അവൾ പറയുന്നു, ശരിയാണടാ, എൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഞാൻ ടോക്കിയോയിലേക്ക് വന്നപ്പോൾ നല്ല വിഷമത്തിലായിരുന്നു, അതിൽ നിന്നും പുറത്തു വരാൻ എന്നെ സഹായിച്ചത് റൂറിയാണെന്ന് പറഞ്ഞിട്ട് റൂറി പാടിയ ഒരു പാട്ട് പാടുകയാണ്. ആ വരികൾ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു പയ്യനാണെങ്കിൽ ഇവൾ പാടുന്ന അതേ വരി കൂടെ പാടുകയാണ്. അങ്ങനെ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ പാടിയ പയ്യൻ ശ്വാനാണെന്ന് മനസ്സിലാകുന്നത്. ശ്വാനിനെ കണ്ടിട്ട് ടൈഷൻ ചോദിക്കുന്നുണ്ട്, സീനിയർ നിങ്ങളോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് പറയാണ്, നീ എന്നോട് പറയല്ലേ നിനക്ക് കളർഫുൾ ഡയമണ്ട് ഇഷ്ടമാണെന്ന്, കാരണം എനിക്ക് ആ ഗ്രൂപ്പ് ഒരുപാട് ഇഷ്ടമാണെന്ന്. അത് കേട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ ബാൻഡിൻ്റെ സ്റ്റാനാണല്ലേ എന്ന്. എന്നിട്ട് രണ്ടുപേരും ആ ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയാണ്, അവരുടെ കോൺസെർട്ടിനെ പറ്റിയും അതുപോലെ റൂറിയെ പറ്റിയും എല്ലാം. അപ്പോൾ ഷോൻ പറയുന്നുണ്ട് അവരുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എമിരി അവളുടെ മെയിനാണ് റൂറി എന്ന് പറയുന്നു. ഇത് കേട്ട ടൈഷൻ ചോദിക്കുന്നു, മെയിൻസോ എന്ന്. അപ്പം എമിരി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മെയിൻ എന്നത് ഒരാൾ മാത്രമായിരിക്കും, അയാളെപ്പറ്റി നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതുപോലെ നമുക്ക് അയാൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ഇതൊരു പ്രീമിയം ലവ് പോലെയാണെന്ന്. അതൊക്കെ കേട്ടിട്ട് ടൈഷൻ ചോദിക്കുന്നു, അപ്പോൾ ഒരു മാനിനൊരു മെയിൻ വരുമോ എന്ന്. അപ്പോൾ ശ്വാൻ പറയുന്നു, ഷുവർ,
അതിനങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല, എന്നെ സംബന്ധിച്ച് റൂറി നല്ല കൂളായ ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി ടൈഷിൻ്റെ മനസ്സിൽ എമിരിയും ഷ്വാനും പറഞ്ഞ കാര്യങ്ങളാണ്. അതാലോചിച്ച് നടക്കുന്ന സമയത്ത് അവനാണെങ്കിൽ വീഴാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ ടക്കാര വന്നിട്ട് അവനെ വീഴാതെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നടക്കാനായിട്ട് നിനക്ക് എന്താ ഉണ്ടായത്, ഇങ്ങനെ നടക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയത് മെയിൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണെന്ന്. അപ്പം ടക്കാർ ചോദിക്കുന്നുണ്ട് എന്തോന്നെന്ന്. അപ്പം അവൻ പറയുന്നു ഒന്നുമില്ല. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ സീനിയർ നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണോ എന്ന്. അത് കേട്ട ടക്കാര പറയുന്നു അല്ലെന്ന്. അപ്പം ടൈഷൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എവിടെ പോകണമെന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നു, അല്ല ഞാൻ എന്തിനാ എല്ലാം നിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്താ നീ എൻ്റെ വൈഫാണോ എന്ന്. അത് കേട്ട ടൈഷൻ പറയുന്നു സോറി സീനിയർ എന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നു, എന്താ നീ ഇപ്പോൾ ഫ്രീ ആണോ എന്ന്. ടൈഷനാണെങ്കിൽ ടക്കാര ചോദിക്കേണ്ട താമസം ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഫ്രീ ആണെന്ന്. അവിടെ നിന്ന് ടക്കാര അവനെ കൊണ്ടുപോകുന്നത് ജിമ്മിലേക്കാണ്. ടൈഷിനെ കൊണ്ടാണെങ്കിൽ അത് പറ്റുന്നില്ല. അങ്ങനെ പറ്റാതെ മറിഞ്ഞ് തറയിൽ വീണിട്ട് പറയുന്നുണ്ട്, അയ്യോ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന്. അപ്പം ടക്കാര പറയുന്നു, നീ നല്ല വീക്കാണ്, ഒരുപക്ഷെ നീ ഫിറ്റ് അല്ലെങ്കിൽ നിനക്ക് ഹൈക്കിംഗ് സമയത്ത് ഹേർട്ടാകാൻ സാധ്യതയുണ്ട്, എന്തായാലും ഒരു ബ്രേക്ക് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ വെള്ളം അവന് കൊണ്ടു കൊടുക്കുന്നു. ടൈഷനാണെങ്കിൽ അത് വാങ്ങിയിട്ട് താങ്ക്സ് പറയാണ്. അപ്പം ടക്കാര അങ്ങോട്ട് നടന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മറ്റൊരു എക്സസൈസ് കാണിച്ചു തരാമെന്ന്. ടൈഷനാണെങ്കിൽ അവനെ തന്നെ നോക്കിയിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇവനായിരിക്കുമോ എൻ്റെ മെയിൻ എന്ന്. പിറ്റേന്ന് ടൈഷനാണെങ്കിൽ എമിലിയുടെ അടുത്ത് നിന്ന് മെയിനിനെ പറ്റി ക്ലാസ് കേൾക്കുന്നു. അവൾ പറയുന്നതൊക്കെ എഴുതിയെടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവൾ പറഞ്ഞതനുസരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അങ്ങനെ അവൻ ടക്കാരയെ ഫോളോ ചെയ്യുകയാണ്. ഒരു ദിവസം ടക്കാര ബാഗിൽ അവൻ്റെ വാട്ടർ ബോട്ടിലും അതുപോലെ ലഞ്ച് ബോക്സും വെക്കുമ്പോൾ ഡോറിനടുത്ത് ഒളിച്ചു നിന്ന് ടൈഷൻ ടക്കാരയെ തന്നെ നോക്കിയാണ്. ആരോ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയ ടക്കാരയാണെങ്കിൽ ടൈഷൻ നിന്നിടത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ അവിടെ നിന്നും മാറുന്നു. അങ്ങനെ ടക്കാര ബാഗിനുള്ളിലെല്ലാം വെച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അവൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ടൈഷൻ അവിടേക്ക് വന്നിട്ട് ടക്കാരയുടെ ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇവൻ ഈ ബ്രാൻഡിൻ്റെ വാട്ടർ ബോട്ടിലാണോ ഉപയോഗിക്കുന്നതെന്ന്. ഇവൻ ഇങ്ങനെ പറയുന്നതൊക്കെ അവിടെ നിന്ന് ടക്കാര കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ടൈഷിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അതുപോലെ എമിരി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മുടെ മെയിൻ ട്രബിളിലല്ലാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണമെന്ന്. അതനുസരിച്ച് എന്തെങ്കിലും ട്രബിളിലാണോ ടക്കാര എന്ന് അറിയാനായിട്ട് അവനാണെങ്കിൽ പിന്നാലെ പോവേന്. അങ്ങനെ ടക്കാര തന്നെ കാണുമെന്ന് തോന്നുന്ന സമയത്ത് അവനാണെങ്കിൽ അവിടെ ഒളിച്ചു നിൽക്കുന്നു. ഇവനെ കണ്ട ടക്കാരയാണെങ്കിൽ ഇവനിത് എന്ത് പറ്റിയെന്നുള്ള രീതിയിലാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പം ടൈഷൻ പറയണു, ഇപ്പം അവൻ ട്രബിളിലൊന്നും അല്ലെന്ന്. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്നിട്ട് പറയണ്, ഒരു സ്റ്റാനായിരിക്കുന്നത് നല്ല ഫണ്ണായിട്ടുണ്ട്, കാരണം എനിക്ക് അവനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്, ഒരു പക്ഷേ ഒക്കാമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫണ്ണായിരുന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നു. അതിലെന്തോ മെസ്സേജ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പോകുന്നു. അവിടെ എമിരി ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അവളെ ഫേവററ്റ് ഗ്രൂപ്പിലുള്ള റൂറി എന്ന് പറയുന്ന മെമ്പർ ആ ഗ്രൂപ്പിൽ നിന്നും പോയിരിക്കുകയാണ്. അതിൻ്റെ വിഷമമാണ് അവൾക്ക്. എമിരി പറയുന്നുണ്ട്, റൂറി ഇല്ലാത്ത വേൾഡിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. ഈ സമയം കെൻസോയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അയ്യോ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കഴിക്കാൻ ഫുഡുമായിട്ട് ഓടി വരികയാണ്. ഇവളിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇവൾക്കിത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പെണ്ണ് പറയുന്നു, ഞാൻ നിന്നോട് പിന്നെ അത് പറഞ്ഞു തരാമെന്ന്, ഇവളെ നമുക്ക് നീന എന്ന് വിളിക്കാം. അപ്പം എമിരി സോറി എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ ടൈഷിനാണെങ്കിൽ ആ ഗ്രൂപ്പിനെ പറ്റി സെർച്ച് ചെയ്തിട്ട് പോകാനായിട്ട് എണീക്കുന്ന സമയത്ത് അവിടെ ടക്കാര വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ടക്കാരയുടെ പുറത്ത് ഇടിക്കുന്നുണ്ട്. അപ്പം ടക്കാരയാണെങ്കിൽ അവനവിടെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്, എന്തിനാ എന്നെ സീക്രട്ടായിട്ട് ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പം ടൈഷൻ പറയുന്നു, അത് പിന്നെ നീ എൻ്റെ മെയിൻ ആണെന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നുണ്ട്, അല്ല ഈ മെയിൻ എന്താണെന്ന്. അപ്പം ടൈഷനാണെങ്കിൽ എമിരി പറഞ്ഞു കൊടുത്ത കാര്യം പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നി നീ എൻ്റെ മെയിൻ ആണെന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നു, അല്ല എപ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ആ രീതിയിലായതെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് അവരെ ഫ്രണ്ട്സ് വന്നിട്ട് എമിരിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അവരും അവളെ കണ്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെല്ലാവരും കൂടി അവളെ തിരഞ്ഞു ഇറങ്ങിയാണ്. അങ്ങനെ പോകുന്ന വഴി ടക്കാരയാണെങ്കിൽ അവൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരോട് ആ കാര്യം പറയാണ്. ഇവർ കരുതുന്നത് അവൾ സൂയിസൈഡ് ചെയ്യാൻ പോയി നിൽക്കുകയാണെന്നാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി ചെന്നിട്ട് അവളെടുത്ത് ചാടരുതെന്ന് പറയുന്നു. പെട്ടെന്ന് ഷ്വാനാണെങ്കിൽ മുമ്പോട്ട് നടന്നിട്ട് റൂറിയുടെ ഒരു പാട്ട് പാടുന്നു. അത് കേട്ട എമിരി ആണെങ്കിൽ അവനോടൊപ്പം ആ പാട്ട് പാടി ഡാൻസ് കളിച്ച് തിരിയാണ്. എന്നിട്ട് അവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും എന്താ ഇവിടെയെന്ന്. ഇത് കേൾക്കുന്ന ഷ്വാനാണെങ്കിൽ ചിരി വരുന്നുണ്ട്. താഴേക്ക് ചെന്നിട്ട് എമിരി പറയുന്നു, നിങ്ങളെല്ലാവരെയും വറിയാക്കിയതിന് സോറി, എനിക്ക് റൂറിയുടെ ഫേവററ്റ് സോങ് കേൾക്കണമായിരുന്നു എന്ന്. അത് കേട്ട ടൈഷൻ പറയാണ്, ഞങ്ങൾ കരുതി
നിനക്ക് റൂറി ആ ബാൻഡിൽ നിന്ന് പോയ പെയിൻ താങ്ങാൻ കഴിയില്ലെന്ന്. അപ്പോൾ എമിരി പറയുന്നുണ്ട് അവൻ ബാൻഡിൽ നിന്ന് പോയി തന്നെ വേദനിപ്പിച്ചു, പക്ഷേ അതാണ് അവൻ്റെ തീരുമാനമെങ്കിൽ ഞാൻ അതിനെ ഫോളോ ചെയ്യണം. കാരണം എനിക്ക് തോന്നുന്നത് റൂറിയുടെ ചോയ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന്. ഇവള് പറയുന്നതൊക്കെ കേട്ടിട്ട് ഷ്വാൻ അവളോട് പറയുന്നു എന്തായാലും നീ വാ, നമുക്ക് ഒരുമിച്ച് പാട്ട് കേട്ടിരുന്ന് കരയാന്ന്. അത് കേട്ട് അവളാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അപ്പം കെൻസു പറയുന്നു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നെന്ന്. അപ്പം അവൻ പറയുന്നു ആ നീ വാ, നീയും വായെന്ന്. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി എത്തുമ്പോൾ ടൈസനാണെങ്കിൽ ടക്കാരോട് ബൈ പറഞ്ഞിട്ട് പോകാനൊരുങ്ങുന്നു. അപ്പം ടക്കാര പറയുന്നു ഞാൻ നിൻ്റെ വീട് വരെ വരാമെന്ന്. അപ്പം ടൈസൻ പറയുന്നു അയ്യോ അതൊന്നും വേണ്ടെന്ന്. അപ്പം ടക്കാര പറയുന്നു വീണ്ടും ഏതെങ്കിലും അങ്കിളിൻ്റെ അടുത്ത് ചെന്ന് പെട്ടാലോ, നീ പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ പിന്നാലെ ടൈസനും പോകുന്നു. ടക്കാര ചോദിക്കുന്നുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു മെയിനെയും സ്റ്റാനിനെയും പോലെ അല്ലല്ലോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു പക്ഷേ എനിക്ക് എമിരിയുടെ സ്റ്റോറി കേട്ടപ്പോൾ അത് എൻ്റെ ലൈഫായിട്ട് കംപ്ലീറ്റ് മാച്ചാണെന്ന് തോന്നിയെന്ന്. അത് കേട്ട ടക്കാര പറയുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാനും നീയും ഈക്വലാണ്, അതായത് ഒരാൾ ഉയർന്നവനും മറ്റൊരാൾ താഴ്ന്നവൻ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ടക്കാര പറയുന്നതൊക്കെ കേട്ടിട്ട് ടൈസൻ പറയാണ് സീനിയർ എനിക്ക് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്നുണ്ട്, അതുപോലെ എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്നുമുണ്ട്, ഞാനത് ചെയ്തോട്ടെ എന്ന്. അപ്പം ടക്കാര പറയുന്നു നീ എന്തോ ചെയ്യും, പക്ഷേ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതൊന്ന് നിർത്തണമെന്ന്. അപ്പം ടൈസനാണെങ്കിൽ ടക്കാര സമ്മതിച്ചത് കൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. ആ സന്തോഷത്തോടെ തന്നെ ടക്കാരയോടൊപ്പം പോവുകയാണ്. പോകുന്ന വഴി ടക്കാരയോട് ചോദിക്കുന്നുണ്ട് സീനിയർ ഞാൻ നിങ്ങളെ ടക്കാര സീനിയർ എന്ന് വിളിച്ചോട്ടെ എന്ന്. അപ്പം ടക്കാര പറയുന്നു അത് വേണ്ടെന്ന്. അപ്പം ടൈസൻ ചോദിക്കുന്നു നിങ്ങളല്ലേ ഇപ്പോൾ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞത്, പിന്നെ എന്തായെന്ന്. അപ്പം ടക്കാര പറയുന്നു അങ്ങനെ വിളിക്കണ്ടെന്ന്. പിറ്റേന്ന് അവർ കോളേജിൽ ചെല്ലുമ്പോൾ ഷ്വാനും എമിരിയും ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന ടൈസൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം എമിരി പറയുന്നു അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചെന്ന്. ഇത് കേട്ട ടൈസൻ ചോദിക്കുന്നു അപ്പോൾ റൂറിയോ എന്ന്. അപ്പം എമിരി പറയുന്നു ടൈസൻ ഒരു മെയിൻ എന്ന് പറയുന്നത് ഒരു മെയിൻ മാത്രമാണ്, എനിക്ക് എൻ്റെ മെയിനെ ഡേറ്റ് ചെയ്യേണ്ടെന്ന്. ഇവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ടൈസനാണെങ്കിൽ ഷോക്കായിട്ട് അവിടെ ഇരുന്ന് പോവുകയാണ്. കാരണം അവൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടല്ലേ അവൻ ടക്കാരയെ ഫോളോ ചെയ്തത്. ഈ സമയം തന്നെ അവിടേക്ക് ടക്കാര വരികയാണ്. ടക്കാര വന്നിട്ട് ടൈസനെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ ടൈസനെ നോക്കുന്ന സമയം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഈ സമയം തന്നെ ഒരു ലേഡിയെയും കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.